ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂറിന്റെ മൊത്തം ജനസംഖ്യയുടെ ഉണ്ടായിരുന്നിട്ടും ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ നാമമാത്ര പ്രാതിനിധ്യം പോലുമില്ലായിരുന്നു. ബുദ്ധിമുട്ടുകൾ പലതും സഹിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ പല ഈഴവ സമുദായാംഗങ്ങൾക്കും ഉദ്യോഗമന്വേഷിച്ച് രാജ്യത്തിന് പുറത്തു പോകേണ്ടി വന്നു. തുടർന്ന് തങ്ങൾക്ക് വിദ്യാഭ്യാസ ഉദ്യോഗ കാര്യങ്ങളിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ ഒപ്പിട്ട ഹർജി 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവരുടെ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം അവർക്ക് ഗവൺമെന്റ് സർവീസിൽ പ്രാതിനിധ്യം ഇല്ലാതിരുന്നതാണെന്നും മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ തങ്ങളുടെ സമാന സാമൂഹിക പദവിയുള്ള സമുദായമായ തീയർക്ക് ജോലി ലഭിക്കുന്നുണ്ടെന്ന വസ്തുത ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഹർജിയിലെ ആവശ്യങ്ങൾ ദിവാൻ ശങ്കര സുബ്ബയ്യൻ നിരസിച്ചു കളഞ്ഞു. തുടർന്ന് മറ്റൊരു ഹർജി, അതായത് രണ്ടാം ഈഴവ മെമ്മോറിയൽ വൈസ്രോയി കഴ്സൺ പ്രഭുവിന് 1900 തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ സമർപ്പിച്ചു. എന്നാൽ നാട്ടുരാജ്യങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ ബ്രിട്ടന് താൽപ്പര്യമില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അക്കാലത്ത് ഈഴവർ മുതലായ അവർണരെ തിരുവിതാംകൂറിൽ 5 രൂപയിൽ കൂടുതൽ മാസശമ്പളമുള്ള തസ്തികകളിൽ നിയമിച്ചിരുന്നില്ല. ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റം നടത്തിയ അവർണർക്ക് പോലും എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ ഈഴവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നില്ല. സ്കൂൾ പ്രവേശനത്തിനും ഇതുതന്നെയായിരുന്നു സ്ഥിതി. മതം മാറാതെ തന്നെ തങ്ങൾക്കും ഇവ ലഭിക്കണമെന്ന് ഈഴവർ ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. ഈഴവരുടെ അവശതകളെക്കുറിച്ച് G.P. പിള്ള ഇംഗ്ലണ്ടിലെ കോമൺസ് സഭയുടെയും കോൺഗ്രസ് സമ്മേളനങ്ങളുടെയും ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. എന്നാൽ അവയൊന്നും പ്രയോജനം ചെയ്തില്ല. LM.S. ഡിഗ്രി നേടിയ ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ സർക്കാരിന്റെ കീഴിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചുവെങ്കിലും ആ അപേക്ഷ തിരസ്കരിക്കപ്പെട്ടു. മലയാളി മെമ്മോറിയലിന്റെ അവതരണം രസിക്കാതെ വന്ന തമിഴ് ബ്രാഹ്മണ സംഘം താമസിയാതെ അതിലെ വാദങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഒരു കൗണ്ടർ മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചിരുന്നു. ഫലത്തിൽ ഇത് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയ്ക്ക് കാരണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ഇതിനിടെ കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ പൽപ്പുവിൽ നിന്നും കേരളത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ ആചാര വൈകൃതങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു. ഈഴവ സമുദായക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന അവശതകൾക്ക് പരിഹാരമായി ഡോക്ടർ പൽപ്പുവിനോട് വിവേകാനന്ദൻ നിർദ്ദേശിച്ചത് ഒരു യഥാർത്ഥ സന്യാസിവര്യന്റെ കീഴിൽ ആ സമുദായം ഒത്തുചേരാനാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളായപ്പോഴേക്കും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ചെറുപ്പക്കാർ ഈഴവർക്കിടയിൽ ഉണ്ടായി തുടങ്ങിയെങ്കിലും ജാതി വ്യവസ്ഥിതി അവരുടെ സാമൂഹിക വികാസത്തിന് വലിയ തടസ്സങ്ങളുണ്ടാക്കി. 1895 മെയ് മാസത്തിൽ ഡോക്ടർ പൽപ്പു തന്നെ ദിവാൻ ശങ്കര സുബ്ബയ്യർക്ക് സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും സിവിൽ സർവീസ് നിയമന രീതികളെക്കുറിച്ചും സ്വന്തം നിലയിൽ ഒരു നിവേദനം സമർപ്പിച്ചു. വിദ്യാഭ്യാസം സിദ്ധിച്ച ഈഴവരുടെ സംഖ്യ 1875-ൽ 3% 1891-ൽ 12%. ജാതിയുടെ പേരിൽ സർക്കാർ ഉദ്യോഗം നിഷേധിക്കപ്പെടുന്നതിന് പരാതിയിൽ അദ്ദേഹം ശക്തമായി അപലപിക്കുന്നുണ്ട്. മാത്രമല്ല, സമുദായത്തെ അയോഗ്യരാക്കുന്ന ഈ തടസ്സം അവർ ഹിന്ദുമതത്തിൽ തുടരുന്ന കാലത്തോളമേ ഉള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദിവാനുമായി നടത്തിയ ചർച്ച ഫലം കണ്ടില്ല. പരാതി സമർപ്പണത്തെ തുടർന്നു തിരുവിതാംകൂറിനകത്തും പുറത്തും തങ്ങൾക്ക് അനുകൂലമായി പൊതുജന അഭിപ്രായം രൂപീകരിക്കാനുള്ള ശ്രമവും പലപ്പ് നടത്തുകയുണ്ടായി. G.P. പിള്ളയെക്കൊണ്ട് പ്രശ്നം ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസിൽ അവതരിപ്പിക്കുകയും അതുവഴി തദ്ദേശീയ തലത്തിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇതിനൊപ്പം തിരുവിതാംകൂട്ടുകാരനായ ഒരു തീയൻ എന്ന തൂലികാനാമത്തിൽ ഡോക്ടർ പൽപ്പു ബ്രിട്ടീഷ് ഇന്ത്യൻ പത്രങ്ങളിൽ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു. ഇത്തരം ശ്രമങ്ങൾ വിഫലമായതോടെയാണ് 1896 സെപ്റ്റംബർ 3 13,176 ഈഴവ സമുദായാംഗങ്ങൾ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച ഭീമ ഹർജിയായി ഈഴവ മെമ്മോറിയൽ രൂപം കൊള്ളുന്നത്. ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന് നായകനാണ് ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യനാണ്. താങ്ക് യു.